പറഞ്ഞു വന്നത് അങ്ങനെ ഒരു വിഷയം അവിടെ വരുന്നത്. സാധാരണ ഇതിൽ ചോദിക്കാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. പൊതുയോഗത്തിന് ചോദിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ മറുപടി ഇങ്ങനെയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞത് അതിനുശേഷമുള്ള കാര്യങ്ങൾ, ആ വിഷയം അവിടെ നിൽക്കട്ടെ. പൊതുയോഗത്തിലെ ചർച്ചയാക്കേണ്ട അത് ഓരോ നേതാക്കളുടെ ഒരു മാനസികാവസ്ഥയൊക്കെ അതിൽ പ്രശ്നമാണ്. നേരെ മറിച്ച് ആ പ്രസംഗ പീഠത്തിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പൊ ഗോവിന്ദ മാഷ് ഒരു മൈക്കുകാരൻ പോയിട്ട് മൈക്കിനടുത്ത് നിന്ന് സംസാരിക്കാൻ പറയുമ്പോൾ താമ്പോടും എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അതല്ല ചർച്ച. അതിനുശേഷം ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതിനുശേഷമുള്ള ചില പ്രശ്നങ്ങളാണ്. അപ്പൊ അത് മുഖ്യമന്ത്രി വരെ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ സമയത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ആ ചോദ്യം അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ പറയണേ, എന്നാ മുഖ്യമന്ത്രിയും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഉരുട്ടിപ്പരട്ടി സൂചിപ്പിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള ചില പുരോഗമന സ്വഭാവമുള്ളവർ ഫേസ്ബുക്കിലൊക്കെ എഴുതുകയാണ്. നേരെ മറിച്ച് മുഖ്യമന്ത്രി ചെയ്ത് തെറ്റാണ്, അല്ലെങ്കിൽ ആ പൊതുയോഗത്തിൽ ഒരാളൊരു സാധാരണക്കാരനെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രി ആ ചെയ്തത് തെറ്റാണ്. പണ്ട് ഇതുപോലെ പൊതുയോഗത്തിൽ ഉമ്മൻചാണ്ടി ഇതുപോലെ ഒരു മദ്യഷാപ്പ് പൂട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനൊരു ചോദ്യം ഉയർന്നു. ആ ചോദ്യം വരുമ്പോൾ ഉമ്മൻചാണ്ടി ഇങ്ങനെയാണ് പ്രതികരിച്ചത്. അത് ആ രീതിയിൽ അങ്ങ് പ്രതികരിച്ച് പോയാൽ പോരായിരുന്നോ? പ്രവർത്തിക്കുന്ന പ്രവർത്തകനല്ലേ ചോദിച്ചത് എന്നൊക്കെ പറയുന്നതിന് പകരം മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി ഇത് ശരിയാണെന്ന് പറയാണ്. അങ്ങനെ തെറ്റിനെ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആളില്ല CPM-ല്. അതിന്റെ ദുരന്തമാണ് അവരനുഭവിക്കുന്നത്. രേണുകയുടെ ഒരുപക്ഷെ മാധ്യമ ജീവിതത്തിലെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM-ലെ പ്രമുഖ നേതാക്കൾ കൂട്ടത്തോടെ CPM വിടുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? തുടർഭരണം ഉണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ നിൽക്കില്ലേ? അപ്പൊ തുടർഭരണം ഉണ്ടാകില്ലെന്ന് അവരും കൃത്യമായിട്ട് അളക്കുന്നത് മാത്രമല്ല, തുടർഭരണം ഈ പാർട്ടിയെ നശിപ്പിക്കും എന്ന് പറഞ്ഞത് അവർക്കൊപ്പമുള്ള സഹയാത്രികരല്ലേ? സച്ചിദാനന്ദ മാഷ് ഉൾപ്പെടെയുള്ള സാറാ ജോസഫ് ടീച്ചറെ ഒക്കെ അല്ലേ പറഞ്ഞത്? എന്തായാലും പറയാൻ കാരണം എന്താ? മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ ജീർണതയിലേക്ക് പോകുന്നത് ഈ ഭരണസുഖത്തിലിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് VD സതീശൻ പറഞ്ഞത് ശരിയാണ്. ഡീൽ എന്ന് പറഞ്ഞത് ഡീലൊരു പുതിയ കാര്യമല്ല. ഡീൽ ഇതിനു മുമ്പ് CPM ചെയ്തിട്ടുണ്ട്, കോൺഗ്രസും ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല.